ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിലെ ഒന്നാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച മർക്കൂസിന്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ഈശോ ഒരു കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. ഇതിങ്ങനെ കുറേയധികം കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ ഭാഗത്ത് കാണുന്നുണ്ട്. ഈശോ കുഷ്ഠരോഗിക്ക് സൗഖ്യം നൽകുന്നു. സൗഖ്യം കിട്ടിയ കുഷ്ഠരോഗിയോട് ചില നിർദ്ദേശങ്ങൾ പറയുന്നു. ആ നിർദ്ദേശങ്ങൾ കുഷ്ഠരോഗി പാലിക്കുന്നില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് ഈ വചനഭാഗം പഠിക്കാനുണ്ട്. കുറെ കാര്യങ്ങൾ അതിൻ്റെ ഓരോ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ ഇത് വായിച്ചു തുടങ്ങിയപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന ഒരൊറ്റ കാര്യം, ഒരു കുഷ്ഠരോഗി അവന്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. സത്യത്തില് ഈശോയ്ക്ക് മനസ്സുണ്ട്. ഈ ഒരു കുഷ്ഠരോഗിയുടെ കുഷ്ഠം മാറി സൗഖ്യം കിട്ടണമെന്ന് മാത്രമല്ല, നാട്ടിലുള്ള മൊത്തം കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കിട്ടണമെന്ന് ഈശോയ്ക്ക് ആഗ്രഹമുണ്ട്. ഈശോയ്ക്ക് മനസ്സുണ്ട്. ഇപ്പൊ ഈശോയുടെ മനസ്സല്ല യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ടത്. ഈ കുഷ്ഠരോഗി വന്ന് ഇത് പറയുമ്പോഴും അത് സത്യത്തിൽ തൻ്റെ കാര്യം റിഫ്ലക്റ്റ് ചെയ്യുക, അതിങ്ങനെ പ്രതിധ്വനിക്കുന്നു അല്ലെങ്കിൽ പ്രതിഫലിക്കുന്നു. ഈശോയോട് പറയാണ്, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ദൈവത്തിന് മനസ്സിലായിരിക്കുമോ? ദൈവത്തിന് മനസ്സുണ്ട്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ വന്നിരിക്കുന്ന ഒരു കുഷ്ഠരോഗിക്ക് മാത്രമേ കുഷ്ഠം മാറണമെന്ന് മനസ്സുള്ളൂ. അവിടെയുള്ള ഒരുപാട് കുഷ്ഠരോഗികളുണ്ട്. ഈ ഒരു കുഷ്ഠരോഗി ഒഴികെ ബാക്കി ആരും ഈശോയുടെ മുമ്പിൽ വന്ന് ഇയാളുടെ കുഷ്ഠം മാറണമെന്ന് അപേക്ഷിച്ചിട്ടില്ല, കുഷ്ഠം മാറണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഈ കുഷ്ഠരോഗമുള്ള അവസ്ഥയിലായിരിക്കുമ്പോൾ ചില പ്രിവിലേജസ് ഒക്കെ ഉണ്ട്. നമ്മൾ ചില കാര്യങ്ങളും പറയുന്നുണ്ട്. ഇങ്ങനെ കുഷ്ഠരോഗി അങ്ങനെ കാലങ്ങളായിട്ട് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ പേരിൽ അയാൾ ആ ട്രാക്കിലാണ്, അയാൾ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അയാളിങ്ങനെ ആരെങ്കിലും കൊണ്ടു കൊടുക്കുന്നതൊക്കെ ഭക്ഷിച്ചു അങ്ങനെ ഈ തളർവാദ രോഗിയുടെ കാര്യം പറയുമ്പോഴേ അത് കുറെ കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ കുഷ്ഠരോഗി അതിൻ്റെ ആയിട്ടുള്ള ജീർണതയും വേദനയും അസ്വസ്ഥതകളും അവഹേളനങ്ങളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ ഇയാൾ കടന്നു പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഈ കുഷ്ഠം മാറണമെന്ന് ആഗ്രഹിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു കുഷ്ഠരോഗിക്ക് മാത്രമേ തോന്നിയുള്ളൂ. ആ തോന്നിയ കുഷ്ഠരോഗി, അങ്ങനെ കുഷ്ഠം മാറണമെന്ന് മനസ്സുണ്ടായ കുഷ്ഠരോഗി ഈശോയുടെ മുമ്പിൽ വന്ന് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ പറ്റുമെന്ന് പറയുകയും ഈശോ അയാളെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്നതാണ് നമ്മൾ ഈ സുവിശേഷഭാഗത്ത് വായിക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള ആ നാട്ടിലെ ഒരു കുഷ്ഠരോഗിക്കും അങ്ങനെ വന്ന് ചോദിക്കാൻ മനസ്സുണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പലതരം കുഷ്ഠങ്ങളുണ്ട്, പലതരം പാപങ്ങളുണ്ട്, പലതരം ദുശീലങ്ങളുണ്ട്, പലതരം തിന്മകളുണ്ട്, പലതരം അനീതികളുണ്ട്. അങ്ങനെ നമ്മുടെ സ്വഭാവത്തെയും ആത്മാവിനെയും നമ്മുടെ സാമൂഹ്യ ജീവിതത്തെയും ഒക്കെ ബാധിക്കുന്ന വ്യത്യസ്ത തരം കുഷ്ഠങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ചെറിയ ചൊറി പോലത്തെ കുഷ്ഠമുണ്ട്, വലിയ വ്രണമായി മാറിയ കുഷ്ഠമാണ്. അങ്ങനെ വ്യത്യസ്ത തരം കുഷ്ഠങ്ങൾ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ ഇത് മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും കർത്താവിന്റെ സന്നിധിയിൽ ഇത് മാറ്റിത്തരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്ന ആ ഒരു കുഷ്ഠരോഗിക്ക് മാത്രമേ ആ അനുഗ്രഹം കർത്താവ് മനസ്സായി നൽകുകയും സൗഖ്യം കൊടുക്കുകയും ചെയ്യുന്നുള്ളൂ. ബാക്കി കുഷ്ഠരോഗികളൊന്നും സൗഖ്യം പ്രാപിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ നമ്മൾ ഇതിൽ പെടുമെന്നുള്ള നമുക്കിനെ മനസ്സിലാക്കാൻ പറ്റും. ചില അനീതികള്, ചില അഴിമതികള്, ചില സ്വജനപക്ഷപാതം, ചില വ്യക്തികളുടെ താല്പര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുക, ചില വലിയ കള്ളത്തരം, മോഷണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറവായി പോകും. വലിയ കൊള്ളകൾക്ക് കാവൽ നിൽക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന മനുഷ്യർ തൊട്ട് താഴെ ഇങ്ങി വരെ ചെറിയ ചെറിയ തട്ടിപ്പും വെട്ടിപ്പും ചെയ്തു പോകുന്ന ആളുകൾ ഉൾപ്പെടെ നീതിയുടെ കണ്ണോടുകൂടി നോക്കുമ്പോൾ അനീതിയുടെ കുഷ്ഠം ബാധിച്ചവരാന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അനീതി കുഷ്ഠം ബാധിച്ചവരാ. ഈ അനീതിയുടെ കുഷ്ഠം ബാധിച്ചവർ ഒരിക്കലും അവർ പറയുന്നത് എനിക്ക് കുഷ്ഠമില്ല എന്ന രീതിയിൽ അവർ ജീവിക്കുന്നത്. എനിക്ക് കുഷ്ഠമില്ല, എനിക്ക് കുഷ്ഠമുണ്ടെന്ന് പറയുന്നവരൊക്കെയാണ് കുഷ്ഠം എന്ന രീതിയിൽ അവർ ജീവിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള കുഷ്ഠരോഗികളൊന്നും ഒരിക്കലും കർത്താവിന്റെ സന്നിധിയിൽ വരുന്ന റിച്വലിസ്റ്റിക് ആയിട്ട് ജീവിക്കുകയാണ്. ഇങ്ങനെ വരുന്നു, അവർ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്, എല്ലാ നൊവേലയിലും പങ്കെടുക്കുന്നുണ്ട്, എല്ലാ കൊന്തയും പങ്കെടുക്കുന്നുണ്ട്, എല്ലാ സ്പിരിച്വൽ ആക്ടിവിറ്റീസിനും മുൻപന്തിയിൽ നിന്നും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, വൃത്തിയായിട്ട് ആചാരങ്ങൾ തെറ്റാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ തനിക്ക് കുഷ്ഠമുണ്ടെന്ന് അംഗീകരിക്കാനോ കുഷ്ഠം മാറണമെന്ന് ആഗ്രഹിക്കാനോ കുഷ്ഠം മാറ്റണമെന്ന് അപേക്ഷിക്കാനോ ഇവർക്ക് മനസ്സില്ല. ഇവർ ആ ട്രാക്കിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോകുന്നിടത്തോളം കാലം അവന്റെ കുഷ്ഠം മാറാനും പോകുന്നില്ല, അവർ കുഷ്ഠത്തിൽ തന്നെ നശിക്കുകയും ചെയ്യും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. മറിച്ച് ഇതൊക്കെ ഈ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനൊക്കെ ഇപ്പുറം എനിക്കിങ്ങനെ ഒരു കുഷ്ഠമുണ്ട്, എൻ്റെ സ്വഭാവത്തിൽ
എൻ്റെ ഇടപെടലുകളിൽ, എൻ്റെ സത്യസന്ധതയിൽ, എൻ്റെ നീതിബോധത്തിൽ, എൻ്റെ കാരുണ്യത്തിൽ, ഇതിലൊക്കെ എനിക്ക് കുഷ്ഠം ബാധിച്ച് ഇങ്ങനെ വ്രണം ചീഞ്ഞളിഞ്ഞിരിപ്പുണ്ട്. അതിങ്ങനെ പുറമേന്ന് പലർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ എനിക്ക് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞാൻ അത് അംഗീകരിക്കുന്നുമില്ല. എനിക്കങ്ങനെ കുഷ്ഠവേ ഇല്ല. അതുകൊണ്ട് നീ അത് മാറ്റുകയും വേണ്ട എന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ കുഷ്ഠം കർത്താവ് മാറ്റാൻ പോകുന്നില്ല. കർത്താവിന് ഇടപെടാൻ പറ്റുന്നില്ല. കാര്യം കർത്താവിന് മനസ്സുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലേ ഇവിടെ വിഷയം. ആ കുഷ്ഠം ബാധിച്ചാക്ക് മനസ്സുണ്ടോ എന്നുള്ളത്. ഇവിടെ വിചിത്രമായിട്ട് തോന്നുന്നൊരു കാര്യം, ഈ കുഷ്ഠരോഗി കർത്താവിന്റെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുക, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്റെ കുഷ്ഠം മാറും. അപ്പൊ ഈശോ പറയുന്ന മറുപടി ഇങ്ങനെയാണ്. അവന് കരുണ തോന്നി കഴിഞ്ഞിട്ട് അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ. നിന്റെ മനസ്സാ. എനിക്ക് മനസ്സുണ്ട്, എനിക്ക് മനസ്സ് ഓൾറെഡി ഉണ്ട്. നിനക്ക് മനസ്സുണ്ടായോണ്ടാ നീ വന്ന് ചോദിച്ചത്. നിനക്ക് മനസ്സുണ്ടായില്ലെങ്കിൽ ഈ കുഷ്ഠമായിട്ട് നീ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ കുഷ്ഠവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അനേകം നമുക്ക് ചുറ്റുമുണ്ട്, നമ്മളും ഉണ്ട്. നമ്മളുടെയും ചെറുതും വലുതുമായ കുഷ്ഠങ്ങളെ തിരിച്ചറിയാതെയും തിരുത്താതെയും സൗഖ്യത്തിനായി അപേക്ഷിക്കാതെയും ആഗ്രഹിക്കാതെയും കർത്താവിനെ വിളിച്ചപേക്ഷിക്കാതെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുഷ്ഠത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബോധമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കുഷ്ഠരോഗിയായി ജീവിച്ചവസാനിപ്പിക്കാതെ അല്ലെങ്കിൽ ജീർണിച്ചവസാനിക്കാതെ കുഷ്ഠം മാറിക്കിട്ടാൻ വേണ്ടിയുള്ള സൗഖ്യത്തിനായി ആദ്യം വേണ്ടത് കുഷ്ഠമുണ്ടെന്നുള്ള ബോധവും കുഷ്ഠം മാറണമെന്നുള്ള ആഗ്രഹവും കുഷ്ഠം മാറാൻ വേണ്ടിയുള്ള അപേക്ഷയുമാണ്. അത് നമ്മളിൽ ഉണ്ടാവാൻ വേണ്ടി ആഗ്രഹിക്കും, പ്രാർത്ഥിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.